അങ്ങനെ നമ്മൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം വൈകുന്നേരം 4:30 കാരണം കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം വീട്ടിലേക്ക് എത്തിയിട്ട് വേഗം ഡ്രസ്സ് മാറി നല്ല സുന്ദരിയായിട്ട് വീട് നമ്മൾ തിരിച്ച് ഗുരുമന്ദിരത്തിലേക്ക് പോവുകയാണ്. സന്ധ്യ ആകുമ്പം ദീപാരാധന കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലാപരിപാടികളും ബാക്കി സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ. ഉത്സവമാണേലും ചതയാണേലും എന്ത് പരിപാടിയാണേലും മൈക്ക് നമ്മൾ ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ നമ്മുടെ കുമ്പപ്പൂയ മഹോത്സവത്തിൻ്റെ ആദ്യ ദിവസത്തെ കലാസന്ധ്യത എന്ന് തുടങ്ങുകയാണ്. യോഗയുണ്ടായിരുന്നു, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മെഗാ തിരുവാതിര, പിന്നെ കൈകൊട്ടിക്കളി. മെഗാ തിരുവാതിരയൊക്കെയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് സ്വന്തമായിട്ട് ഡാൻസ് കളിച്ച് ആസ്വദിക്കുന്ന ഒരാൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെയും കുറേ കലാപരിപാടികളുണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉത്സവത്തിനൊന്ന് ഓണാവാനായിട്ട് നമ്മുടെ ഉത്സവമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഓണായില്ലേ, പിന്നെ എന്ത് രസമായിരുന്നുള്ളത്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിച്ചു. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഫേമസ് ആക്കണം. വളർന്നൊരു പ്രമുഖ യൂട്യൂബറാണ്. അപ്പോൾ അവൻ പറഞ്ഞൊക്കെ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ ബൈ.